എന്താണ് ഓംസ് ലാ എന്ന് സിമ്പിളായിട്ട് നോക്കിയാലോ? ഒരു സ്റ്റോറി പറയാം. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒരു ക്ലാസ് കൺസിഡർ ചെയ്യുക. അവിടെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു. അവൻ്റെ പേര് രാമൻ എന്നാണ്. അവനെന്താണ് പഠിക്കാൻ വീക്കായിട്ടുള്ള സ്റ്റുഡൻ്റ് ആയിരുന്നു. നോർമലി ഒരു ക്ലാസ് ടെസ്റ്റ് നടത്തി അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അവന് മാർക്കൊക്കെ കുറവായിരുന്നു. ബാക്കിയുള്ള സ്റ്റുഡൻസിനെ അപേക്ഷിച്ച് മാർക്കൊക്കെ കുറവായിരുന്നു. അവൻ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ അടുത്ത് ടീച്ചർ വന്നിട്ട് പറഞ്ഞു, നീ വിചാരിച്ചാൽ നെക്സ്റ്റ് ടൈം നിനക്കിതിനേക്കാൾ നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. ടീച്ചർ ഒരു പുഷ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ടീച്ചർ അവനെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. ആ ഒരു പുഷിനെ നമുക്കിവിടെ വോൾട്ടേജായിട്ട് കൺസിഡർ ചെയ്യാം. ടീച്ചർ കൊടുത്ത ആ ഒരു പുഷ് കാരണം എന്ത് ചെയ്യാൻ തുടങ്ങി? അവൻ നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി. ഓരോ ടെസ്റ്റ് കഴിയുന്തോറും അവൻ്റെ മാർക്ക് കൂടുതൽ മികച്ചതാവാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇവിടെ മാർക്ക് ഇമ്പ്രൂവ് ആവുന്നതിന്, ഓരോ ടെസ്റ്റ് കഴിയുന്തോറും മാർക്ക് ഇമ്പ്രൂവ് ആവുന്നതിനെ നമുക്ക് കറണ്ടായിട്ട് കൺസിഡർ ചെയ്യാം. സോ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ അവൻ ധാരാളം കഷ്ടപ്പെട്ടു പഠിക്കാനായിട്ട്. ആദ്യമൊക്കെ അവന് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല പഠിക്കാൻ. പിന്നെ അവൻ എന്ത് ചെയ്തു? ട്രൈ ചെയ്ത് അങ്ങനെ അവൻ സ്കൂൾ ടോപ്പറായിട്ട് മാറി. അപ്പോൾ അവൻ പഠിക്കാൻ നേരത്ത് അവൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, അവൻ ഫേസ് ചെയ്ത ഡിഫിക്കൽട്ടീസിനെ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് ഓംസ് ലാ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ടീച്ചർ ഒരു പുഷ് കൊടുക്കുന്ന സമയത്ത്, അല്ല എങ്കിൽ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? കുട്ടി സ്വാഭാവികമായിട്ടും നെക്സ്റ്റ് എക്സാമിന് കുറച്ചുകൂടെ കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കും. അതായത് കറണ്ട് അവിടെ ഇൻക്രീസ് ചെയ്യും. എക്സാം സമയത്ത് കുട്ടി നേരിടുന്ന പ്രോബ്ലംസിനെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് കറണ്ടിൻ്റെ ഫ്ലോയിനെ എന്ത് ചെയ്യുന്നത്? ഒപ്പോസ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ തടയുന്ന ആൾക്കാരെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് കൂടി എന്ത് സംഭവിക്കും? അതായത് എക്സാം പെട്ടെന്ന് ടഫാക്കിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? കുട്ടി നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തു. മീൻസ് എന്താണ്? നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ടും ആ കുട്ടിക്ക് എക്സാം നേരെ എഴുതാൻ പറ്റിയില്ല എങ്കിൽ ആ കുട്ടിയുടെ മാർക്ക് വീണ്ടും കുറയൂലേ? അതായത് അവിടെ കറണ്ട് കുറയും. അപ്പോൾ റെസിസ്റ്റൻസ് കൂടുന്ന സമയത്ത്, ഡിഫിക്കൽട്ടിയുടെ ലെവൽ കൂടുന്നതനുസരിച്ച് കുട്ടികളുടെ മാർക്ക് എന്ത് ചെയ്യും? കുറയും. റെസിസ്റ്റൻസ് കൂടിയാൽ കറണ്ട് അവിടെ കുറയാണ് ചെയ്യുക. മനസ്സിലാവാൻ വേണ്ടി സിമ്പിളായിട്ട് പറയാം. ഫസ്റ്റത്തെ കേസിൽ വോൾട്ടേജ് കൂടും, അതായത് ആ പുഷ് എന്ത് ചെയ്യും? കൂടും. ദെൻ എന്ത് ചെയ്യും? കുട്ടി സ്വാഭാവികമായിട്ടും നെക്സ്റ്റ് എക്സാമിന് കുറച്ചുകൂടെ കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് കറണ്ട് കൂടും. അതായത് വോൾട്ടേജ് കൂടുന്ന സമയത്ത് കറണ്ടും ഇൻക്രീസ് ചെയ്യും. ഇനി രണ്ടാമത്തെ കേസിൽ എക്സാം ഡിഫിക്കൽട്ട് ആയാൽ ആ പുഷ് ആൾറെഡി അവിടെ ഉണ്ടാവും. കുട്ടി എന്ത് ചെയ്യും? നന്നായിട്ട് തന്നെ പഠിക്കും. ബട്ട് എക്സാം ഡിഫിക്കൽട്ട് ആയതിനാൽ, അതായത് റെസിസ്റ്റൻസ് കൂടുമ്പോൾ, എക്സാം ഡിഫിക്കൽട്ടീനെ നമ്മൾ റെസിസ്റ്റൻസുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് കൂടിയാൽ എന്ത് സംഭവിക്കും? കുട്ടിക്ക് എക്സാമിന് നല്ലവണ്ണം പെർഫോം ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതായത് കുട്ടിയുടെ മാർക്ക് കുറയാൻ തുടങ്ങും. അതല്ലെങ്കിൽ കറണ്ട് കുറയും. റെസിസ്റ്റൻസ് കൂടുമ്പോൾ എന്ത് ചെയ്യും? കറണ്ട് അവിടെ കുറയും. വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ. വോൾട്ടേജ് കറണ്ടിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് കറണ്ടും കൂടും. ഇനി ആർ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്. ആർ ഈക്വൽ ടു വി ബൈ ഐ ആണ്. അതായത് റെസിസ്റ്റൻസ് കൂടുമ്പോൾ കറണ്ട് അവിടെ കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓംസ് ലാ. ഒരു സ്റ്റോറി രൂപത്തിൽ എന്താണ് ഓംസ് ലാ എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഓംസ് ലായുടെ ഡെഫിനിഷൻ നോക്കാം. ഓംസ് ലായുടെ ഡെഫിനിഷൻ ഇത്രയേ ഉള്ളൂ. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് അക്രോസ് ദ എൻഡ്സ് ഓഫ് ദ ഗിവൺ കണ്ടക്ടർ ഇൻ ഇലക്ട്രിക് സർക്യൂട്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കറണ്ട് ഫ്ലോയിങ് റേഞ്ച്. മീൻസ് ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ ഇലക്ട്രിക് സർക്യൂട്ടിലുള്ള കണ്ടക്ടറിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അല്ല എങ്കിൽ അതിൻ്റെ വോൾട്ടേജ് എന്തിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്? കറണ്ടിനോട്, അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. അതാണ് വി, വോൾട്ടേജ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നും വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. വോൾട്ടേജ് കറണ്ടിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് കറണ്ടും അവിടെ കൂടും. അപ്പോൾ നമുക്കിതിൽ നിന്നും ഇങ്ങനെ എഴുതാനായിട്ട് സാധിക്കും: വി ഈക്വൽ ടു ഐ ആർ. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ്. അതിൽ ആർ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്. അതിൻ്റെ എസ് ഐ യൂണിറ്റ് ഓം ആണ്. റെസിസ്റ്റൻസിൻ്റെ എസ് ഐ യൂണിറ്റ് ഓം ആണ്. ഇനി ഓംസ് ലായുടെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ, ഓംസ് ലാ ഗ്രാഫ് എന്ന് പറയുമ്പോൾ വി ഐ ഗ്രാഫ്, പൊട്ടൻഷ്യൽ ഡിഫറൻസും കറണ്ടും തമ്മിലുള്ള ഒരു ഗ്രാഫാണ്. വൈ ആക്സിസിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസും അല്ലെങ്കിൽ വോൾട്ടേജും, എക്സ് ആക്സിസിലെ കറണ്ടും ഐയും കൂടെ ഉള്ള ഒരു ഗ്രാഫാണ്. ഗ്രാഫ് വിൽ ബി എ സ്ട്രൈറ്റ് ലൈൻ. ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും ഗ്രാഫ്. ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുത്ത് നോക്കിയാൽ നമുക്ക് കിട്ടുന്നത് റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ ഒരു ക്വസ്റ്റ്യനായി, ഓംസ് ലാ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്താണ്? ഓംസ് ലാ ഗ്രാഫിൻ്റെ സ്ലോപ്പ്? റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ വോൾട്ടേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വി ഈക്വൽ ടു ഐ ആർ അല്ലെങ്കിൽ ഐ ഇൻറ്റു ആർ. വോൾട്ടേജ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും? റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതിൽ നിന്ന് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ആർ ഈക്വൽ ടു വി ബൈ ഐ. റെസിസ്റ്റൻസ് കാണാൻ വോൾട്ടേജിനെ കറണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ കറണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് റെസിസ്റ്റൻസ് കിട്ടും. അപ്പോൾ +2 ഫിസിക്സിലെ പ്രാക്ടിക്കൽ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഓംസ് ലാ എക്സ്പെരിമെൻറ്റ്. അതിൻ്റെ കണക്ഷൻ ഡയഗ്രാം
പിന്നെ അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ഉണ്ട്. സർക്യൂട്ട് ഡയഗ്രാം നമ്മൾ പ്രാക്ടിക്കൽ എക്സാമിന് വരയ്ക്കണം. പിന്നെ ആ ഒരു സർക്യൂട്ട് ഡയഗ്രാം അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കണക്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അമ്മീറ്റർ എവിടെ കണക്ട് ചെയ്യണം, വോൾട്ട് മീറ്ററിൻ്റെ നെഗറ്റീവ് എവിടെ കണക്ട് ചെയ്യണമെന്നുള്ള ഡൗട്ട് വരാതിരിക്കുകയുള്ളൂ. ആയതിനാൽ ആ സർക്യൂട്ട് ഡയഗ്രാമൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് തന്നെ പഠിച്ചുകൊണ്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യണമെങ്കിൽ ഒരു ടിപ്പ് പറഞ്ഞുതരാം. ആ സർക്യൂട്ട് ഡയഗ്രാമിൽ കാണുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യണം, ഡിവൈസസിനെയൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഇതിന് വേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് അമ്മീറ്റർ വേണം, പിന്നെ നിങ്ങൾക്ക് വേണ്ടത് റിയോസ്റ്റാറ്റ് വേണം, പിന്നെ ഗാൽവനോമീറ്റർ വേണം, പിന്നെ നിക്രോം വയർ വേണം, പിന്നെ കണക്റ്റിംഗ് വയർ, കണക്ട് ചെയ്യാനുള്ള കണക്റ്റിംഗ് വയർ വേണം, പിന്നെ കീ വേണം, പിന്നെ ബാറ്ററി എലിമിനേറ്റർ, അല്ലെങ്കിൽ സാധാരണ ബാറ്ററി ആയാലും കുഴപ്പമില്ല, ബാറ്ററി വേണം. ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതിന് മുൻപ് ഈ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്താണ് കണ്ടുപിടിക്കേണ്ടത്, അതിൻ്റെ എയിം എന്താണെന്ന് മനസ്സിലാക്കണം. എയിം എന്ന് പറഞ്ഞാൽ എന്താണ്, നിക്രോം വയറിനെയാണ് റെസിസ്റ്റൻറ്റ് വയർ എന്ന് പറയുന്നത്. അതിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. പിന്നെ റെസിസ്റ്റിവിറ്റി എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. റെസിസ്റ്റൻസിൻ്റെ ഫോർമുല നമുക്കറിയാം, R=V/I ആണ്. അപ്പോൾ വോൾട്ടേജ് മെഷർ ചെയ്യാനാണ് നമ്മൾ വോൾട്ട് മീറ്റർ യൂസ് ചെയ്യുന്നത്. കറണ്ടിനെ മെഷർ ചെയ്യാനാണ് അമ്മീറ്റർ യൂസ് ചെയ്യുന്നത്. വോൾട്ടേജിനെയും കറണ്ടിനെയും ചേഞ്ച് ചെയ്യാൻ വേരിയബിൾ റെസിസ്റ്ററായിട്ടാണ് നമ്മൾ റിയോസ്റ്റാറ്റിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കാനും ഇക്വേഷനുണ്ട്. റെസിസ്റ്റിവിറ്റി റോ ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ρ=RA/L എന്നാണ് റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ρ=R×A/L. ഇതിൽ R എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്, A എന്ന് പറഞ്ഞാൽ ഏരിയയാണ്, L എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്. എന്തിൻ്റെ ലെങ്ത് ആണ്, ആ ഒരു റെസിസ്റ്റൻറ്റ് വയറിൻ്റെ അല്ലെങ്കിൽ നിക്രോം വയറിൻ്റെ ലെങ്ത് ആണ് L എന്ന് പറയുന്നത്. റെസിസ്റ്റൻസിൻ്റെ SI യൂണിറ്റ് ഓം ആണെങ്കിൽ റെസിസ്റ്റിവിറ്റിയുടെ SI യൂണിറ്റ് ഓം മീറ്റർ ആണ്. അപ്പോൾ നമ്മൾ 3-4 സെറ്റ് റീഡിംഗ് ഒക്കെ എടുക്കേണ്ടി വരും ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ. പിന്നെ 2 വ്യത്യസ്ത ലെങ്തിലുള്ള റെസിസ്റ്റൻറ്റ് വയർ യൂസ് ചെയ്ത് അതിൻ്റെ റെസിസ്റ്റിവിറ്റി നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, കണ്ടുപിടിക്കേണ്ടി വരുന്നതായിരിക്കും. അപ്പോൾ ആ കണക്ഷൻ ഡയഗ്രാമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ ഓംസ് ലോ കണക്ഷൻ ഡയഗ്രാം നോക്കാം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ബാറ്ററിയുടെ പോസിറ്റീവ് അമ്മീറ്ററിൻ്റെ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യുക. ഇനി അമ്മീറ്ററിൻ്റെ നെഗറ്റീവിൽ നിന്നും വോൾട്ട് മീറ്ററിൻ്റെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യുക. ദെൻ വോൾട്ട് മീറ്ററിൻ്റെ നെഗറ്റീവിൽ നിന്നും റിയോസ്റ്റാറ്റിൻ്റെ ഒരു എൻഡിലോട്ട് കണക്ട് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം റിയോസ്റ്റാറ്റിൻ്റെ മറ്റൊരു എൻഡിൽ നിന്നും കീര ഒരു സൈഡിലോട്ട് കണക്ട് ചെയ്യുക. അടുത്ത കീര അപ്പുറത്തെ സൈഡിൽ നിന്നും ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ. ഇനി വോൾട്ട് മീറ്ററിൻ്റെ പാരലായിട്ട് റെസിസ്റ്റൻറ്റ് വയർ അല്ലെങ്കിൽ നിക്രോം വയർ എന്ത് ചെയ്യുക, പാരലായിട്ട് വയ്ക്കുക. ഇത്രയാണ് ചെയ്യേണ്ടത്. പിന്നെ റിയോസ്റ്റാറ്റിലാണെങ്കിൽ നമുക്ക് 3 അടുത്ത് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. താഴെ 2 അടുത്ത് കണക്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ടോപ്പിൽ ഒരു സൈഡിൽ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ താഴെ ഒരു സൈഡിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സെറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ടോപ്പിൽ ആ ഒരു എൻഡിൽ കണക്ട് ചെയ്യുക. രണ്ടും താഴെ കണക്ട് ചെയ്യരുത്. ഒരെണ്ണം താഴെ കണക്ട് ചെയ്യുകയാണെങ്കിൽ മറ്റേതെന്താണ്, മുകളിലെ ആ ഒരു ഇതിൽ കണക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാം കണക്ട് ചെയ്തതിന് ശേഷം കീ എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക. അപ്പോൾ കീ ക്ലോസ് ചെയ്തിട്ട് റിയോസ്റ്റാറ്റിനെ എന്ത് ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തുമ്പോൾ എന്താണ്, അമ്മീറ്ററിനും വോൾട്ട് മീറ്ററിലും അതിനനുസരിച്ചുള്ള റീഡിങ് നിങ്ങൾക്ക് കാണിക്കും. സോ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് 2-3 സെറ്റ് ഇതേപോലെ എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, വോൾട്ട് മീറ്ററിന് പാരലായിട്ടായിരിക്കണം റെസിസ്റ്റൻറ്റ് വയർ കണക്ട് ചെയ്യേണ്ടത്. പിന്നെ എക്സ്പെരിമെൻറ്റ് ചെയ്ത് ആൻസർ ഷീറ്റിൽ എഴുതുമ്പോൾ എയിം എഴുതുക. എയിം എന്ന് പറഞ്ഞാൽ നമ്മളെ ക്വസ്റ്റ്യൻ എന്താണോ അതായിരിക്കും എയിം. പിന്നെ പ്രിൻസിപ്പിൾ എഴുതുക. പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾ ഏതാണ്, ഓംസ് ലോ ആണ് പ്രിൻസിപ്പിൾ. ഓംസ് ലോ സ്റ്റേറ്റ് ചെയ്ത് കൊടുക്കുക, അതിൻ്റെ ഇക്വേഷനും കാര്യങ്ങളൊക്കെ എഴുതുക. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ എക്സ്പെരിമെൻറ്റിൽ യൂസ് ചെയ്ത മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് എഴുതണം. അത് കഴിഞ്ഞതിന് ശേഷം പ്രൊസീജിയർ എന്താണെന്ന് എഴുതണം. അപ്പോൾ ഇതിന് ടാബുലാർ കോളം ഉണ്ട്. ഫസ്റ്റത്തെ കോളത്തിൽ വോൾട്ടേജ്, രണ്ടാമത്തെ കോളത്തിൽ കറണ്ട്, മൂന്നാമത്തെ കോളത്തിൽ റെസിസ്റ്റൻസ്. അപ്പോൾ ഇതെത്ര എന്ത് ചെയ്യണം, നിങ്ങൾ കണ്ടുപിടിക്കണം. പിന്നെ കാൽക്കുലേഷൻസ് ഉണ്ട്. പിന്നെ എന്താണ്, റെസിസ്റ്റിവിറ്റി ഇതിൽ നിന്ന് കണ്ടുപിടിക്കണം. കാൽക്കുലേഷൻസ് ഒക്കെ കൃത്യമായിട്ട് തന്നെ ഓരോ സ്റ്റെപ്പും കറക്റ്റായിട്ട് തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ നിങ്ങൾ എഴുതുമ്പോൾ ഓരോ യൂണിറ്റൊക്കെ അതിൻ്റെ SI യൂണിറ്റിൽ തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കാം. ലാസ്റ്റ് റിസൾട്ടൊക്കെ എഴുതുമ്പോൾ എന്താണ്, ആൻസേഴ്സൊക്കെ കറക്റ്റായിട്ട് തന്നെ SI യൂണിറ്റിൽ എഴുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സർക്യൂട്ട് ഡയഗ്രാം അല്ലെങ്കിൽ ഇതിൻ്റെ കണക്ഷൻ ഡയഗ്രാം എന്തായാലും ആൻസർ ഷീറ്റിൽ നിങ്ങൾ വരച്ചിരിക്കണം, മസ്റ്റായിട്ടും വരച്ചിരിക്കണം. ഓംസ് ലോ മാത്രമല്ല പ്രാക്ടിക്കൽ, ധാരാളം പ്രാക്ടിക്കൽ എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്. ലെൻസും മിററും ആ ഭാഗത്തു നിന്ന് വരുന്ന പ്രാക്ടിക്കൽസ് ഉണ്ട്. സോ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചിട്ടുള്ള എല്ലാ പ്രാക്ടിക്കൽസും എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോകുക. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും നിങ്ങളുടെ ഫിസിക്സ് പ്രാക്ടിക്കൽ എക്സാം എളുപ്പമായിരിക്കും. ലാബിൽ കയറുന്നതിന് മുൻപ് നിങ്ങളുടെ റെക്കോർഡൊക്കെ കംപ്ലീറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ റെക്കോർഡൊക്കെ സൈനും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. പിന്നെ വൈവ ക്വസ്റ്റ്യൻസ് ഉണ്ട്. വൈവ ക്വസ്റ്റ്യൻസിന് കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ എന്താണ്, നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാം 14 മാർക്സിനാണ് ഫിസിക്സ് വരുന്നത്. 2 സെക്ഷൻസ് ഉണ്ടാവും, പാർട്ട് എയും പാർട്ട് ബിയും. പാർട്ട് എ എന്ന് പറയുന്നത് എന്താണ്, നിങ്ങളുടെ +1 റിലേറ്റഡ് എക്സ്പെരിമെൻറ്റ്സ് ആണ്. പാർട്ട് ബി എന്ന് പറഞ്ഞാൽ +2 റിലേറ്റഡ് എക്സ്പെരിമെൻറ്റ്സ് ആയിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുന്നത്. അതിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട എക്സ്പെരിമെൻറ്റ്സ് ഏതാണെന്ന് ടിക്കറ്റ് വെച്ചിരിക്കും. ആ എക്സ്പെരിമെൻറ്റ് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതിയാവും. പിന്നെ CBSE സ്റ്റുഡൻസിനാണെങ്കിൽ ഫിസിക്സ് പ്രാക്ടിക്കൽ 30 മാർക്സിനാണ്. നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യുക, റെക്കോർഡും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആണോ എന്ന് നോക്കുക, സൈനും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. പിന്നെ നിങ്ങൾക്ക് പ്രോജക്റ്റ് ഉണ്ടാവും, പ്രോജക്റ്റിലും സൈനും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. പിന്നെ നിങ്ങൾക്ക് വൈവ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് നല്ലപോലെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം.
അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ 2 സിലബസിലുള്ളയും സ്റ്റുഡൻസിന് വേണ്ടിയാണ്. CBSEയും സ്റ്റേറ്റും രണ്ടുപേർക്കും ഒരേപോലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണിത്. അപ്പോൾ എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒരു പേടിയും കൂടാതെ തന്നെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ഫിസിക്സ് പ്രാക്ടിക്കൽ എക്സാം അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും സിമ്പിളായിരിക്കും നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യേണ്ടതാണ്.